നമുക്ക് ആ കമൻറ്റുകൾ വായിക്കാം. എന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ബാക്കി ആരും പോകരുത്. പെണ്ണുങ്ങളായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് തഴുകി വിട്ടേനെ, അയാൾ പറയുന്നത് വിലക്കുന്നു. വീട്ടിൽ കയറി വന്ന മനുഷ്യൻ ഒരു വിലയും കൊടുത്തില്ല, പരമനാ. അതെന്താ പറഞ്ഞതെന്ന് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വോളിയം കൂട്ടി കാണിക്കാം. ആ കമൻ്റ് ഇട്ടവരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഓർത്തിട്ട് ഒന്ന് സ്വയം പുച്ഛിക്ക്. സുരേഷ് ഗോപിക്കെതിരെയുള്ള പുതിയ ചൊറിച്ചിൽ വന്നിട്ടുണ്ടേ. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വീട്ടിൽ പൊങ്കാല ഇടുകയായിരുന്നേ. ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ കയറി വന്നു. ആ ചേട്ടനെ സുരേഷ് ഗോപി ആട്ടിപ്പായിച്ചു. കാരണം എന്താ? സുരേഷ് ഗോപി ഉന്നത കുലജാതനല്ലേ, അപ്പോൾ താഴ്ന്ന കുലജാതന്മാരെ അടുപ്പിക്കത്തില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് അതിനകത്ത് വന്ന കമൻറ്റുകൾ കാണാം. എന്നിട്ട് എങ്ങും പോകരുതേ, ഒരു അറ്റവും മുറിയും കണ്ടിട്ട് ആരും എങ്ങോട്ടും പോകരുത്. അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ശകലം കാണുമ്പോഴത്തേക്ക് തന്നെ ചില മലയാളികളുടെ സൂക്കേടിളകിയിട്ടുള്ള കമൻറ്റുകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് ആദ്യം കാണാം. ഇല്ലേ, ആദ്യം തന്നെ എന്താ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങളെന്ന് ഇങ്ങനെ സുരേഷ് ഗോപി പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചത് മറ്റെന്തോ, ഇത് വീട്ടിലെ കാര്യങ്ങളല്ലേ ഇങ്ങനെ എന്താ പറഞ്ഞത്. ബാക്കി ഇങ്ങനെ ബാക്കി എന്താ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും കട്ട് ചെയ്തു. അതാണല്ലോ വേണ്ടേ, അവിടെ കൊണ്ട് കട്ട് ചെയ്യുക. ബാക്കി സംഭവിച്ചത് ആരും കാണാൻ പാടില്ല. എന്നാലല്ലേ ഉള്ളൂ അതിനകത്ത് ഈ ചൊറിച്ചിൽ കമൻറ്റുകളും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ കമൻറ്റുകൾ വായിക്കാം, എന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ബാക്കി ആരും പോകരുത്. ഓരോരുത്തന്മാരും പച്ചത്തെറിയ പറയുന്നത്. ഇവർക്കെന്താ നേരിട്ട് ഇത് കണ്ട പോലെയാണ് ആളുകളുടെ സംസാരം. ഈ മൈൻ വോട്ട് മറിച്ച കോൺഗ്രസ് വാണങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടോ ആവോ? ഉന്നത കുലജാതൻ, അവൻ്റെ അച്ഛൻ്റെ ആ കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. ചില വീഡിയോ കാണുമ്പോഴത്തേക്കും അതൊക്കെ പോയി. അയ്യോ പാവം. വല്ല പെൺപിള്ളേരാണെങ്കിൽ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് മണം വലിച്ചെടുത്തു. വേറെ ഞാനൊന്നും പറയുന്നില്ല. തമ്പ്രാൻ അയിത്താണല്ലേ, അറിയില്ല. ആ പാവം മനുഷ്യനെ അയാൾ ഓടിച്ചു. ഇയാൾ പൊങ്കാല ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. തെറി വായിക്കുന്നില്ല, എനിക്കിട്ട് പണി കിട്ടും. പെണ്ണുങ്ങളായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് തഴുകി വിട്ടേനെ, അയാൾ പറയുന്നത് വിലക്കുന്നു. വീട്ടിൽ കയറി വന്ന മനുഷ്യൻ ഒരു വിലയും കൊടുത്തില്ല, പരമനാ. ഇയാൾ മന്ത്രിയായ ശേഷം അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോ കാണാം. ഇതാ സീൻ വരുന്നു. വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞതെന്ന് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വോളിയം കൂട്ടി കാണിക്കാം. അതിലൊന്നും നമ്മൾ ആണുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, അത് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ എന്ന്. അപ്പോൾ ആ ചേട്ടൻ വന്ന് എന്തായിരിക്കും ചോദിച്ചത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ബുദ്ധി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വല്ലതും സഹായിക്കണോ ചേട്ടാ, അല്ല സാറേ, അങ്ങനെ വല്ലതും ആയിരിക്കും ചോദിച്ചത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അത് പെണ്ണുങ്ങളുടെ കാര്യമാണ്, നമ്മൾ ആണുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആ ചേട്ടൻ എവിടെ പോയി? ആട്ടിപ്പായിച്ചോ? അതുകൂടെ നോക്കാം. ഇപ്പുറത്തെ ആംഗിളിൽ നിന്നുള്ള വീഡിയോ കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രബുദ്ധരായ മലയാളികളെ, ഇതേ ഓടിച്ചു വിട്ട ആ ചേട്ടൻ തേ നിൽക്കുന്നത് കണ്ടോ. കുടുംബാംഗങ്ങളാണ് സുരേഷ് ഗോപിയുടെ ആ നിൽക്കുന്നതൊക്കെ. പിന്നെ കുറച്ച് മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടെന്ന്. ഈ വീടിന് ചുറ്റുമതിലും ഉണ്ട്, കണ്ടല്ലോ, വീടിന് ചുറ്റുമതിലും ഉണ്ട്. ആ ചുറ്റുമതിലിനുള്ളിലാണ് നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ ചേട്ടനെ ആട്ടിപ്പായിപ്പിച്ചു. അതുമല്ല, ആ ചേട്ടൻ എങ്ങനെ അതിനകത്ത് വന്നു? പെർമിഷൻ കൊടുക്കാതെ എന്തായാലും ആ വീട്ടിലോട്ട് കയറാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ചേട്ടൻ ചുമ്മാ നിവേദനം കൊടുക്കാനോട്ടോ വഴി വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കയറിയതൊന്നും അല്ലല്ലോ, വീട്ടിൽ കയറ്റിയിരിക്കുന്നതല്ലേ ആ മനുഷ്യനെ. അതെങ്കിലും ചിന്തിക്കാനുള്ള ബുദ്ധി വേണ്ടേ? അല്ല, തുറന്ന് മലത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ആൾക്കാർ എത്ര പേര് കയറും? ആ ചേട്ടൻ പെർമിഷൻ കിട്ടിയിട്ട് കയറിയതാണ്. ആ ചേട്ടൻ അവിടുത്തെ ആരാണെന്ന് ആർക്കറിയാം? അവിടെ ആ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ചേട്ടനാണോ? ഡ്രൈവറാണോ? എന്തെങ്കിലും കാര്യം ചോദിക്കാൻ വേണ്ടി ഓടി വന്നതായിരിക്കും. അപ്പം ദേഷ്യപ്പെട്ടോ? ചിരിച്ച് മാറി നിന്നിട്ട് പറഞ്ഞു തന്നെ അത് നമ്മൾ ആണുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, അത് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, നോക്കിക്കോളും എന്നാണ്. ആ പരിപാടി തീരുന്നോടം വരെ ആ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ആട്ടിപ്പായിച്ചെന്നൊക്കെ കുറേ അവന്മാർ കിടന്നുണ്ട് അവിടെ പറയുന്നത്. അവന്മാർ മാത്രമല്ല, അവളന്മാരും എല്ലാം ഉണ്ട്. അവരെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അവർക്ക് തെറി പറയാമെങ്കിൽ എനിക്ക് അവന്മാരും അവളന്മാരെന്ന് പറയാം. ഈ പരിപാടിയുടെ ഫുള്ളില്ല. എനിക്ക് തോന്നുന്നത് ഇതിന് ശേഷം
ആ പ്രസാദവും കഴിച്ചിട്ടായിരിക്കും ആ ചേട്ടൻ മടങ്ങിയത്. ഇനി ആ വീട്ടിൽ തന്നെ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ചേട്ടൻ ആ പ്രസാദവും കിട്ടിയിട്ടുണ്ട്. ഒന്നും അറിയാതെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അറ്റവും മൂലം കണ്ടിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന മലയാളികളെ, ചേട്ടന്മാരെ, ആ കമൻ്റ് ഇട്ടവരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഓർത്തിട്ട് ഒന്ന് സ്വയം പുച്ഛിക്ക്. എന്താ നിങ്ങൾ ഈ കുറ്റം പറയുന്നത്? അയാൾ MP എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ? എപ്പോഴും സുരേഷ് ഗോപി, ഞാൻ ഇന്നലെയും കൂടെ ഒരു വീഡിയോ ഇട്ടുണ്ട്, സുരേഷ് ഗോപി എന്ത് ചെയ്യുക? തലയും കുത്തി നിൽക്കുവാണോ? അപ്പിയിട്ടോ? ഇതൊക്കെ ആൾക്കാർക്ക് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ആശാ വർക്കറുടെ പ്രശ്നത്തിൽ സുരേഷ് ഗോപി ഇടപെട്ട് അത് ഏകദേശം തീരുമാനമാക്കി. ആ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ 80-20, 60-40, 50-50 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ? വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു വാക്കിൻ്റെ ആയുധം എടുത്തു വെച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്തത്. തൃപ്തിയായല്ലോ എല്ലാവർക്കും. ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ? അതിൻ്റെ വിഷയം എവിടെ പോയി? ആദിവാസികൾക്ക് അയച്ച കാശ് വക മാറ്റിപ്പോയി, അല്ലെങ്കിൽ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ലാപ്സാക്കി, എല്ലാം പാപമാണ്. ആ വിഷയം എവിടെ പോയി? ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങളെല്ലാവരും കൂടി? കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞേ? ആ വിഷയം എവിടെ പോയി? എല്ലാവരും ഉന്നത കൊലയെ പിടിച്ച് ആട്ടാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. എല്ലാവരും യൂട്യൂബേഴ്സും കുറേ എണ്ണം കൂടെ അങ്ങോട്ട് ഇറങ്ങി. അതേസമയം ഇത് എവിടെ പോയി? ആദിവാസികൾക്ക് അനുബന്ധിച്ച ഫണ്ട് ലാപ്സായിപ്പോയി, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച വന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുത്തനും മിണ്ടണ്ട. ഒരു വാക്ക് പറഞ്ഞു അതിൻ്റെ പുറകെ കിടന്നോണ്ട് അങ്ങ് തൂങ്ങിക്കോളുക. കുറേ ഓവന്മാർ കിടന്നുകൊണ്ട് ഒരുത്തനുണ്ട്, അവന് സ്ഥിരം ഈ സുരേഷ് ഗോപിയുടെ നെഗറ്റീവ് മാത്രം അളിയൻ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. അതിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അയാളുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ JCB ആയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ നല്ല വശങ്ങളെല്ലാം അടിയിലോട്ടാക്കി കളയും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും അളിഞ്ഞ സാധനം എന്താ ഉണ്ട് അതെടുത്ത് വെച്ചിട്ട് സംസാരിക്കും. ഇവൻ രാവിലെ JCB ആയിട്ട് ഇറങ്ങും. അതാണ് ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചീഞ്ഞ സാധനത്തിനെ കുറിച്ച് ചർച്ച. അതേസമയം ഇതിന് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഒരക്ഷരം മിണ്ടത്തില്ല പുള്ളി. അല്ലെങ്കിൽ നെഗറ്റീവിനല്ലേ ഉള്ളൂ ഇവിടെ ഈ റീച്ചും കാര്യങ്ങളും ഉള്ളൂ. നല്ല കാര്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ.